കൊല്ലം കരുനാഗപ്പള്ളി CPM പൊട്ടിത്തെറിയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൊല്ലത്തെത്തി. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അടിയന്തര യോഗം വിളിച്ചു. പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധം മുഖ്യ ചർച്ചയാകും. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത ചർച്ച ചെയ്യുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. നിരവധി പ്രശ്നങ്ങളുണ്ടായിരിക്കണം. ആവശ്യങ്ങൾ ചർച്ച ചെയ്യുമോ? അല്ലെങ്കിൽ ചർച്ച ഉണ്ടാവുമോ? മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണോ? മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ യോഗത്തിൽ എടുത്തതായി അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, രാവിലെ ആരംഭിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു. അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗമാണ് ചേരുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഒരു യോഗം ചേരുന്നത്. ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അടക്കം അതായത് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം തന്നെയാണ് CPMനെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കാരണം ജില്ലാ സമ്മേളനം വരാനിരിക്കുന്നു, സംസ്ഥാന സമ്മേളനവും കൊല്ലത്താണ്. അത്തരമൊരു സാഹചര്യത്തിൽ പ്രവർത്തകർ തന്നെ പാർട്ടിക്കെതിരെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. പലതരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നു. നേതൃത്വത്തിനോട് പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായില്ല, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുവാൻ തയ്യാറായില്ല എന്ന് ആരോപിച്ചായിരുന്നു. അതിനു മുമ്പ് തന്നെ ലോക്കൽ സമ്മേളനങ്ങൾ നടന്നിരുന്നു. അവിടെയൊക്കെ കയ്യാങ്കളി ഉണ്ടാകുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുന്നു. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് പാർട്ടിക്ക് അടിയന്തരമായി ഇടപെടേണ്ടി വരുന്നത്, സംസ്ഥാന നേതൃത്വത്തിന് ഇടപെടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി യോഗങ്ങൾ വിളിച്ചു ചേർത്ത്, നേതാക്കളെ വിളിച്ചു ചേർത്ത് കൃത്യമായും ഈ കാര്യങ്ങളിൽ വിശദീകരണം തേടിയ ശേഷം അതിലൊരു നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. ഇതിൽ ഈ പ്രവർത്തകർക്കെതിരെയാണ് നടപടി എടുക്കുന്നതെങ്കിൽ അത് മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി കടന്നു ചെല്ലുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ സമ്മേളനങ്ങൾ വീണ്ടും തുടരാനിരിക്കെ ഇത്തരത്തിൽ പ്രവർത്തകർക്കെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ അത് വീണ്ടും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ ഉയർന്നു വന്ന ആവശ്യം, ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറയുന്നത് അച്ചടക്ക ലംഘനം നടത്തിയ പ്രവർത്തകർക്കെതിരെ നടപടി എടുക്കണമെന്നുള്ളതാണ്. അതായത് പാർട്ടി ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുത്, പാർട്ടിക്കുള്ളിൽ അച്ചടക്ക ലംഘനം നടത്തിയിട്ടുള്ള ആരായാലും നടപടി എടുക്കണമെന്നുള്ള കാര്യമാണ് പല നേതാക്കളും ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു വിഭാഗം അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകർ ഉന്നയിച്ച പരാതികളിൽ അത് പരിശോധിക്കണമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ചർച്ച ഈ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടന്നിരുന്നു. അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ്. എന്തായാലും ജില്ലാ നേതാക്കൾക്കെതിരെ അടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. സാമ്പത്തിക ആരോപണം, അതോടൊപ്പം സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് കഴിഞ്ഞ ദിവസം വനിതാ പ്രവർത്തകരടക്കം വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് CPMനെ ഈ ഒരു പ്രതിസന്ധിയിലേക്ക് ആക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ പലതരത്തിലും ആരോപണ വിധേയരായിട്ടുള്ള പലരുമുണ്ട്. അവരൊക്കെ ഇന്ന് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള PR വസന്തൻ ഉൾപ്പെടെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തി കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സമ്മേളനങ്ങൾ വരാനിരിക്കെയാണ് CPMന് ഈ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്നത്, ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നടപടിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഇനി വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾ ശക്തമാകാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പരാതി ഉന്നയിച്ച പ്രവർത്തകർക്ക് നേരെയാണ് പാർട്ടി നടപടിയെങ്കിൽ വീണ്ടും ഈ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുമെന്നതിൽ മാറ്റമില്ല. അതോടൊപ്പം തന്നെ ഈ നേതാക്കളെ ആരൊക്കെ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതായത് വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് പാർട്ടിയെ കൊണ്ടുപോകുന്നു. സമ്മേളനങ്ങൾ ഉൾപ്പെടെ നേതൃസ്ഥാനത്തേക്ക് ചില വ്യക്തികളെ കൊണ്ടുവരുന്നതിൽ അത് കൃത്യമായ അതൃപ്തി പ്രവർത്തകർ പ്രകടിപ്പിച്ചിരുന്നു, പരാതി നൽകിയിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളി CPMൽ കടുത്ത വിഭാഗീയതയാണ്. CPM പൊട്ടിത്തെറിയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. MV ഗോവിന്ദൻ അടക്കം അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അടിയന്തര യോഗം വിളിച്ചു. പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധം മുഖ്യ ചർച്ചയാകുകയാണ്. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത ചർച്ച ചെയ്യുമെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. മനോജാണ് വിശദ വിവരങ്ങൾ നൽകിയത്.